പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താന് നീ നമ്മക്ക് കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമയിൽ ഗ്ലോബൽ കോളേജിൽ നിന്ന് വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളായ നിങ്ങൾ ഇങ്ങനെ എഫക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്കറിയാമോ ഇവരിത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് എന്തിനാണെന്ന്? ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചോ? അവരെല്ലാവരും ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. അവര് കൂട്ടുകാരോടൊത്ത് വേണമെങ്കിൽ അവർക്ക് അടിച്ചു പൊളിച്ച് ഈ അവസാന നിമിഷങ്ങൾ അവർക്ക് ചെലവിടാമായിരുന്നു. എന്നാൽ അവരില് ഉള്ള ആ നന്മ, മനുഷ്യത്വത്തോടുള്ള ആ ആദരവ്, ബഹുമാനം, സ്നേഹം, അവർ വേറൊരു മാർഗം തിരഞ്ഞെടുത്തു. അതായത് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോടൊത്ത് കുറച്ച് സമയം ചിലവഴിക്കുക, നിങ്ങളെ കാണുക, സംസാരിക്കുക, നിങ്ങൾക്ക് സന്തോഷം പകരുക, നിങ്ങൾക്ക് ഒരു നേരം നിങ്ങളോടൊപ്പം ആഹാരം കഴിക്കുക എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ. അതിനായിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ അധ്വാനം, കഷ്ടപ്പാട്, പണത്തിനുള്ള ചെലവ് ഇതെല്ലാം അവർ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. അതുപോലെ അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നും അവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണം.
പുതിയ യുവത്വം വഴിതെറ്റുന്നുവെന്ന് സമൂഹം വിലയിരുത്തുമ്പോഴും പ്രതീക്ഷയാണ് എവിടെയൊക്കെയോ. വീണുപോയവനെ കൂടി കൈപിടിച്ചുയർത്തുമ്പോഴാണ് ജീവിതം അർത്ഥവത്താവുന്നത്. ഇവിടെ ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ഇവരുടെ കുറവുകളല്ല, അവരുടെ കുറവുകളിലെ നിറവുകളെയാണ്. നിങ്ങൾക്കറിയോ ഫ്രണ്ട്സ്, ഇവിടെ ഒരുപാട് പേരുണ്ട്. അതിൽ പാട്ടുപാടുന്നവരുണ്ട്, NIT പഠിച്ച് ഉന്നത ജോലിയിലെത്തിയവരുണ്ട്, IAS-കാരുണ്ട്. പക്ഷേ ഇവരൊക്കെ ഇവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവരുടെ ജീവിതം താളം തെറ്റിയവരാണ്. നമ്മുടെ സ്വന്തം മണിയേട്ടൻ, ശശിയേട്ടൻ, അങ്ങനെ നമ്മൾ കണ്ട എല്ലാവരും, ഇവരുടെ ആകെയുള്ള പ്രതീക്ഷ അത് നമ്മളിൽ മാത്രമാണ്. ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട്. അത് നമ്മൾ മറക്കാതിരിക്കുക. സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ വരികയും ഇവിടെ സംസാരിക്കുകയും ചെയ്തപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും നോക്കാനില്ലാത്ത പല രോഗികളും ഇവിടെ ഉണ്ട്. അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തിട്ടുള്ള ഇവർക്ക് ഒരു പ്രത്യേക അനുമോദനം ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ഗ്ലോബൽ കോളേജിൽ നിന്ന് നിങ്ങൾ സ്റ്റുഡൻസ് ഇവിടെ വരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇത്രയും യുവത്തിടമ്പുകൾ, അതായത് അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട പ്രായമാണ്. എത്രയും നല്ലൊരു ആശയമായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ നിങ്ങളെ ഒത്തിരിയേറെ പ്രശംസിക്കാനും നിങ്ങളോട് ഒത്തിരി നന്ദിയും കടപ്പാടും ഉള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇന്നത്തെ യുവതലമുറയെ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ വളരെ ചുരുക്കമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ജീവിത മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ മൂല്യച്യുതി നശിച്ച് അവരുടേതായ സന്തോഷങ്ങളിൽ മാത്രം അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു തലമുറയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒത്തിരി 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 എൻകറേജിങ് ആയിട്ട് കാണാൻ സാധിച്ചത്. ഒരാളിലെ ഏറ്റവും ബെസ്റ്റ് പുറത്തു വരുന്നപ്പോഴാണ്, അതവര് യുവത്വത്തിലായിരിക്കുമ്പോഴാണ്. കാരണം നിങ്ങൾ സാഹസം കാണിക്കുന്നത് അത് നിങ്ങൾ യുവാവായിരിക്കുമ്പോഴാണ്. നിങ്ങൾ സ്നേഹിക്കുന്നത് അത് നിങ്ങൾ യുവാവായിരിക്കുമ്പോഴാണ്. നിങ്ങൾ പ്രണയിക്കുന്നത് അത് നിങ്ങളുടെ യുവത്വത്തിലാണ്. റിസ്കുകൾ എടുക്കുന്നത്, ഇന്നോവേഷനിൽ വരുന്നത് ഒക്കെ നിങ്ങൾ യുവാക്കളായിരിക്കുമ്പോഴാണ്. യുവാക്കളായിരിക്കുമ്പോൾ നിങ്ങളിൽ ധൈര്യമുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്, കഠിനാധ്വാനമുണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയത്തിൽ ഒരല്പസമയം ഈ സാധു മനുഷ്യരോടുകൂടി, മാർജിനലൈസ്ഡ് എന്ന് പറയപ്പെടുന്ന ഈ സാധു മനുഷ്യരോടുകൂടി ഈ സ്റ്റുഡൻസ്, ഗ്ലോബൽ കോളേജിലെ സ്റ്റുഡൻസ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഐ എം പ്രൗഡ് ഓഫ് ദം. ഐ റിയലി അപ്രീഷിയേറ്റ് ദർ ഗുഡ് വിൽ. നല്ല മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഇത്രയും യുവാക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, നമ്മളൊരു പാട്ട് കേൾക്കാറില്ലേ, വ്യത്യസ്തനാം ബാർബറാം ബാലനെ ആരും അറിഞ്ഞില്ലെന്ന്. കൂടെ ഇരിക്കുന്നവരിൽ
നല്ല മനുഷ്യരുണ്ടെന്നൊക്കെ അറിയുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ ചില ആക്ടിവിറ്റീസിലൂടെയാണ്. ബി ഡിഫറെന്റ്, ഡെയർ ടു ബി ഡിഫറെന്റ്. അതാണ് എൻ്റെ ഈ കൂട്ടുകാർ ഇപ്പൊ കാണിച്ചത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വന്നതുകൊണ്ട്, യുവാക്കൾ വന്നതുകൊണ്ട് ഇവിടെയുള്ളവരെല്ലാം സന്തുഷ്ടരാണ്. നിശബ്ദമായ അവരുടെ ലോകത്തേക്ക് സംഗീതത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പുതിയൊരു താളവും ചുവടുവയ്പ്പുമാണ് നിങ്ങൾ വെച്ചു കൊടുത്തത്. അവരൊക്കെ തരുന്ന ഒരു അനുഗ്രഹമുണ്ട്. അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ എത്ര കണ്ട് കുനിഞ്ഞിരുന്നാലും കിട്ടാത്ത ഒരു അനുഗ്രഹം, ഒരു സന്തോഷം, ഒരു ബ്ലിസ്, അത് നിങ്ങൾക്ക് ലഭിക്കട്ടെ. വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ all the students for their endeavor for this documentary. Thank you.